ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ചെറിയ ബോർഡാണ് കേട്ടോ. അപ്പോൾ ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ എടുക്കും. സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ ബുക്കിൽ എഴുതുന്നത് പോലെ എഴുതും. ബുക്കിലാകുമ്പോൾ നമുക്കത് പിന്നെ പേജസ് തീരും. അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതിപ്പോൾ അത് ബോർഡും പിന്നെ അതിൽ തന്നെ ടെസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് മാറ്റാൻ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ബോർഡിനകത്താണ് എഴുതി പഠിക്കുന്നത്. ഇപ്പം PSC നടത്തുന്ന എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വിപ്ലവങ്ങൾ. അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിപ്ലവങ്ങൾ, ചൈനീസ് വിപ്ലവങ്ങൾ, ഇതൊക്കെ എല്ലാ പരീക്ഷയ്ക്കും ഒന്നോ രണ്ടോ ചോദ്യം ആ ഒരു ടോപ്പിക്കിനകത്ത് നിന്നുണ്ടാകും. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. ഇപ്പം ഞാനത് ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മളത് റിവൈസ് ചെയ്യാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. പിന്നെ കൺഫ്യൂഷൻസ് വരും. ബുക്ക് എഴുതിയത് ആരാ, അങ്ങനെയൊക്കെയുള്ള ഓരോ കോട്ട്സൊക്കെ തന്നിട്ട് ഇതാരാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പം അതെനിക്ക് എപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് ഈ വിപ്ലവങ്ങൾ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ എളുപ്പത്തിന് വായിക്കാൻ വേണ്ടിയിട്ട് ബോർഡിനകത്താണ് എഴുതി പിടിച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വലിയതായിട്ട് കാണുകയും ചെയ്യാം, ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള പോയിൻറ്റ്സ് നമ്മളിങ്ങനെ വലുതായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട്, ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട്, ഗ്രീൻ കളറിലോ ബ്ലൂ കളറിലോ ബ്ലാക്ക് കളറിലോ ഉള്ള എന്തെങ്കിലും പേന വെച്ചോ സ്കെച്ച് വെച്ചോ നമ്മൾ വലിപ്പത്തിൽ എഴുതി നമ്മൾ പഠിക്കുന്നിടത്തോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നിടത്തൊക്കെ ആയിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ നിൽക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതങ്ങനെ യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഞാനിവിടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വയ്ക്കും. പിന്നെ ഞാൻ കതവിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ നമ്മൾ എഴുതി ഒട്ടിച്ച് വയ്ക്കും. അപ്പം നമുക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒട്ടിക്കാനും പറ്റത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കുകയും നമ്മൾ കാണുന്ന സ്ഥലത്ത് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില സബ്ജക്റ്റുകൾ അങ്ങനെയാണ്. നമുക്ക് എന്തോരം പഠിച്ചു കഴിഞ്ഞാലും പഠിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടെങ്കിലും പിന്നെ നമ്മളതെടുത്ത് നോക്കുമ്പം ആദ്യമായിട്ട് പഠിക്കുന്ന പോലെയൊക്കെ തോന്നും. എനിക്കങ്ങനെ ഒരുപാട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിപ്ലവങ്ങൾ എനിക്ക് എപ്പോഴും അത് തന്നെയാണ്, മാറിപ്പോകും. എനിക്കതങ്ങനെ ഉറച്ചങ്ങ് പഠിക്കാൻ പറ്റാറില്ല. പിന്നെയും ഞാൻ ഓർത്ത് വെക്കുന്നത് ഇതുപോലെ എഴുതി വെക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെയും ഇച്ചിരി ഒരു കുറച്ചെങ്കിലും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലതായിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ബോർഡിൽ എഴുതും മായ്ക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എഴുതി അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ അങ്ങ് മായ്ച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടാകും. ഓർമ്മയിലില്ലാതിരിക്കത്തൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സബ്ജക്റ്റും ബുക്കിൽ എഴുതും, ഈ ബോർഡിൽ എഴുതി പിടിക്കും. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് മാത്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ബോർഡ്. കാരണം നമുക്ക് മാത്സ് നമ്മൾ എഴുതി ബോർഡിൽ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് കൂടുതൽ മനസ്സിലാവില്ല. അതുപോലെ നമുക്ക് മാത്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി പഠിക്കാൻ ഈ ബോർഡ് നന്നായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. പിന്നെ ഓരോരുത്തർക്ക് പഠന രീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഞാനിന്ന് വിപ്ലവങ്ങളായിരുന്നു നോക്കിയിരുന്നത്. അതെല്ലാം പോയിൻ്റായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് PSC പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. കാരണം നമ്മൾ ഓരോരോ വ്ളോഗ് കാണുമ്പോഴും, നമുക്ക് സ്റ്റഡി വ്ളോഗൊക്കെ കാണുമ്പോഴത്തേക്കും ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇതുപോലെ ബോർഡുകൾ വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പം പുസ്തകമാണെങ്കിലും ചെറിയ ബുക്കാണെങ്കിലും ഉണ്ടെങ്കിലും എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലോ ഇതുപോലെ ബോർഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ജോലി കിട്ടുന്നത്. സാധാരണ നമ്മൾ ബുക്കിൽ എഴുതി പഠിച്ചാലും അല്ലാതെ പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടും. ഇപ്പോൾ തുടക്കക്കാർക്കുള്ള സംശയമാണ് ഇങ്ങനെ, നമുക്ക് ഇതില്ലല്ലോ അവർക്കതുണ്ടല്ലോ എന്നൊക്കെയുള്ളത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിക്കുന്നു എന്നുള്ളതിലാണ്. ഈ സാധനങ്ങൾ സൗകര്യങ്ങൾ ഇല്ലെങ്കിലും പഠിച്ചിട്ട് ജോലി കയറിയ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊന്നും PSC പഠിക്കുന്ന പുതിയ കുട്ടികൾ വിചാരിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ എല്ലാവരുടെയും സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. നമ്മുടെ പരിമിതികൾക്കനുസരിച്ച് നമ്മൾ പഠിക്കാമെന്നേ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലോ ഒന്നുമല്ല കാര്യം. നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. എന്തായാലും കിട്ടാതിരിക്കത്തില്ല. അപ്പം എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കണു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.